ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൃഷാസ് കിസ് വേൾഡിൻ്റെ രാമായണ കിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും എൻ്റെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം ഏതാണ്? ഉത്തരം രാമായണം. ആദികവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി ആര്? ഉത്തരം വാൽമീകി. സാധാരണയായി കർക്കിടക മാസം പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത് ഏത് പദത്തോട് കൂടിയാണ്? ഉത്തരം ശ്രീരാമ രാമ രാമ. അധ്യാത്മരാമായണം മൂലകൃതി ഏതു ഭാഷയിലാണ്? ഉത്തരം സംസ്കൃതം. അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ഉമാമഹേശ്വരന്മാർ. അധ്യാത്മരാമായണത്തിലെ ആദ്യത്തെ കാണ്ഡത്തിന്റെ പേര് എന്താണ്? ഉത്തരം ബാലകാണ്ഡം. വാൽമീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉത്തരം മാനിഷാദ. വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? 7 കാണ്ഡങ്ങൾ. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 24,000 ശ്ലോകങ്ങൾ. ദശരഥ മഹാരാജാവിന്റെ പത്നിമാർ ആരൊക്കെ ആണ്? ഉത്തരം കൗസല്യ, കൈകേയി, സുമിത്ര. ദശരഥന്റെ 4 പുത്രന്മാർ ആരൊക്കെ ആണ്? ഉത്തരം ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ദശരഥ പുത്രന്മാരിൽ മഹാവിഷ്ണുവിന്റെ അവതാരം ആരാണ്? ഉത്തരം ശ്രീരാമൻ. ആദിശേഷന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആരാണ്? ഉത്തരം ലക്ഷ്മണനാണ്. ഭരതന്റെ അമ്മ ആരാണ്? ഉത്തരം കൈകേയിയാണ് ഭരതന്റെ അമ്മ. ദശരഥപുത്രന്മാരിൽ ഏറ്റവും ഇളയ പുത്രൻ ആരാണ്? ഉത്തരം ശത്രുഘ്നനാണ് ഏറ്റവും ഇളയ പുത്രൻ. ദശരഥപുത്രന്മാരുടെ നാമകരണം നടത്തിയത് ആരായിരുന്നു? ഉത്തരം വസിഷ്ഠൻ ആണ്. ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ്? ഉത്തരം മഹാവിഷ്ണു.